നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ പരിഹസിക്കാൻ 10 പേരുണ്ടാവും, പുച്ഛിക്കാൻ 100 പേരുണ്ടാവും. നമുക്ക് സപ്പോർട്ട് തരാനോ നമ്മളതിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടോ ആരും ഉണ്ടാവില്ല. നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ വിജയിക്കണമെന്ന്. എല്ലാവരും നമ്മളെ പുച്ഛിക്കാനും പരിഹസിക്കാനും ആയിരിക്കും ഉണ്ടാകുക. അതെന്തിനാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഞാനും ഈ കേക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒക്കെ എന്നെ പുച്ഛിക്കാനും പരിഹസിക്കാനും കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇത് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്, ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ്, നീയൊക്കെ ഇത് ചെയ്താൽ വിജയിക്കുമോ എന്നൊക്കെ പറയാം. പക്ഷെ ഞാനതൊക്കെ മൈൻഡ് ചെയ്യാണ്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ലെവലിലെത്തിയത്. വലിയ ഹൈ ലെവലിലെത്തിയെന്നല്ല, എൻ്റെ ആവശ്യങ്ങൾക്ക് എനിക്ക് ആരുടെയും മുമ്പിൽ കൈ നീട്ടാതെ സ്വന്തമായിട്ട് ഏണിങ്സ് കണ്ടെത്താൻ പറ്റിയത് ഞാൻ ഈ ബിസിനസ് കൈവിടാതെ ചെയ്തുകൊണ്ട് മാത്രമാണ്. നമ്മൾ വിജയിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും വിജയിക്കാൻ പറ്റും. മറ്റുള്ളവർ നമ്മളെ പറയുന്നത് കേൾക്കാതെ അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് പോയിട്ടേ കാര്യമുള്ളൂ. ഇന്നത്തേത് ഒരു 1/2 kg വാനില കേക്കാണ്. അവർ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തത്. എനിക്ക് വെറൈറ്റി ഡിസൈൻസൊക്കെ ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് കൂടുതലും വരുന്നത് സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് അല്ല 1/2 kg കേക്കൊക്കെയാണ്. 1/2 kg കേക്കിലൊക്കെ ഓരോ ഡിസൈൻസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അങ്ങ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നത്തെ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതൊരു സർപ്രൈസ് ഓർഡർ ആയിരുന്നു.